ഹലോ എവ്രിവൺ, വെൽക്കം ടു അൽജേത്ര എജു വ്ളോഗ്സ്. +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പഠന മേഖലയാണ് കാർഡിയക് കെയർ എന്ന് പറയുന്നത്. കാർഡിയക് കെയറുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 2 കോഴ്സുകളാണുള്ളത്. ഒന്ന് BSc കാർഡിയക് കെയർ ടെക്നോളജി, മറ്റൊന്ന് BSc കാർഡിയോ വാസ്കുലർ ടെക്നോളജി. ഇനി എന്താണ് BSc കാർഡിയക് കെയർ ടെക്നോളജി എന്ന് നമുക്ക് നോക്കാം. BSc കാർഡിയക് കെയർ ടെക്നോളജി കോഴ്സിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ICU, CCU പോലുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലുള്ള ഹാർട്ട് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനാണ്. ഇവരുടെ പ്രധാന ജോബ് റോൾസ് എന്ന് പറയുന്നത് ECG പോലുള്ള എക്യുപ്മെന്റ്സ് പ്രവർത്തിപ്പിക്കുക, ICU, CCUലുള്ള പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യുക, എക്കോ കാർഡിയോഗ്രഫി ചെയ്യുക, ഹോൾട്ടർ മോണിറ്ററിങ്, അതുപോലെ തന്നെ കാത്ത് ലാബ് അസിസ്റ്റന്റ്, പേസ് മേക്കർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് അസിസ്റ്റ് ചെയ്യുക എന്നിവയൊക്കെയാണ്. ഇനി BSc കാർഡിയോ വാസ്കുലർ ടെക്നോളജിയിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഹൃദയത്തോടും രക്തവാഹിനികളോടും ബന്ധപ്പെട്ട ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, ഇൻവേസീവ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ്. ഇവരുടെ പ്രധാന ജോബ് റോൾസ് എന്ന് പറയുന്നത് ആൻജിയോഗ്രഫി പോലുള്ള എക്യുപ്മെന്റ്സ് പ്രവർത്തിപ്പിക്കുക, വാസ്കുലർ ഇന്റർവെൻഷൻസിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്തു കൊടുക്കുക, അതായത് ആൻജിയോപ്ലാസ്റ്റി, കാത്തല പ്രൊസീജിയേഴ്സ്, പിന്നെ അതുപോലെ പേഷ്യൻസിനെ ഇൻവേസീവ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് റെഡിയാക്കുക, സ്ട്രെസ് ടെസ്റ്റ് നടത്തുക എന്നിവയൊക്കെയാണ്. ഈ കോഴ്സുകൾക്ക് ഡിപ്ലോമയും ഡിഗ്രിയും അവൈലബിൾ ആണ്. ഡിപ്ലോമ ആണെങ്കിൽ 3 വർഷവും ഡിഗ്രി ആണെങ്കിൽ 4 വർഷവുമാണ് ഡ്യൂറേഷൻ വരുന്നത്. ഈ കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകൾ പഠിച്ചിരിക്കണം. മാത്രമല്ല മിനിമം 50% മാർക്കും വേണം. ഇനി അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ LBS പ്രോസസ്സ് വഴി അല്ലെങ്കിൽ മാനേജ്മെന്റിലൂടെയൊക്കെയാണ് പ്രധാനമായിട്ടും അഡ്മിഷൻ ലഭിക്കുക. എന്നാൽ ചില കോളേജുകളിൽ, ചില സ്റ്റേറ്റിൽ ഈ ഒരു പ്രോസസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ചില സ്ഥലങ്ങളിൽ അപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും, എന്നാൽ മറ്റ് ചില സ്റ്റേറ്റിൽ എൻട്രൻസ് ത്രൂ ആയിരിക്കും. എന്നാൽ വേറെ ചില കോളേജുകളിൽ ഇന്റർവ്യൂ ബേസ് ആയിട്ടായിരിക്കും അഡ്മിഷൻ ലഭിക്കുക. ഇനി ഈ കോഴ്സിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുണ്ടാകുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പത്തോളജി, ECG, കാർഡിയക് കെയർ ടെക്നോളജി ആൻഡ് കാർഡിയക് വാസ്കുലർ സിസ്റ്റം എന്നിവയാണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഈ കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് എയിംസ്, PGIMER, മണിപ്പാൽ യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, അപ്പോളോ കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സയൻസസ് എന്നിവിടങ്ങളിലാണ്. മാത്രമല്ല കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാന, കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് കോളേജസിലും ഈ കോഴ്സ് ലഭ്യമാണ്. ഇനി ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഗവൺമെന്റോ പ്രൈവറ്റോ ആയിക്കോട്ടെ, അവിടെ നിങ്ങൾക്ക് കാർഡിയക് കെയർ യൂണിറ്റ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, കൊറോണറി കെയർ യൂണിറ്റ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ECG ലാബ്, എക്കോ കാർഡിയോഗ്രഫി സെന്റേഴ്സ്, ഡോപ്ലർ സ്റ്റഡി ലാബ്, സ്ട്രെസ് ടെസ്റ്റ് ലാബിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. മാത്രമല്ല കാത്ത് ലാബ്, കാത്ത് ലാബിൽ ഇപ്പം ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെന്റ് പ്ലേസ്മെന്റ് നടക്കുന്ന സമയത്ത് അസിസ്റ്റന്റ് ആയിട്ടും കാർഡിയക് സർജറി യൂണിറ്റിൽ അസിസ്റ്റ് ചെയ്തും കൊണ്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ് കമ്പനീസിൽ ഇതിന്റെ സെയിൽസ് ആൻഡ് സർവീസിൽ വർക്ക് ചെയ്യാം. ഹെൽത്ത് കെയർ സ്റ്റാർട്ടപ്പിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. മുൻവർഷങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു കോഴ്സിലേക്കുള്ള സീറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ കാർഡിയക് കെയർ ടെക്നോളജി കോഴ്സ് നിലവിലില്ല. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കാർഡിയോ വാസ്കുലർ ടെക്നോളജി കോഴ്സാണ്. കർണാടക സ്റ്റേറ്റിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിലാണ് ഇപ്പം BSc കാർഡിയക് കെയർ ടെക്നോളജി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കേരളത്തിന്റെ പുറത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ പറയാനുള്ള ഒരു കാര്യം, കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജ്, അതുപോലെ തന്നെ ഓൺ ഹോസ്പിറ്റലുള്ള കോളേജ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിയറി നോളജിന്റെ കൂടെ തന്നെ അത്രത്തോളം പ്രാക്ടിക്കൽ നോളജും ആവശ്യമായിട്ടുള്ള ഒരു കോഴ്സാണിത്. കാർഡിയക് കെയർ എന്ന് പറയുന്നത് ഇപ്പോഴും ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. കാരണം കാർഡിയക് കെയറിൽ ഇപ്പം നൂതനമായിട്ടുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രോ ഫിസിയോളജിയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം സ്കോപ്പ് ഉണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും സാലറി പാക്കേജ്.
BSc കാർഡിയക് കെയർ ടെക്നോളജി കഴിഞ്ഞ ഒരാൾക്ക് സ്റ്റാർട്ടിങ്ങിൽ 15,000 മുതൽ 25,000 വരെ സാലറി കിട്ടും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 25,000 മുതൽ 40,000 വരെ കിട്ടും. ഇനി കുറച്ച് സീനിയർ ലെവലിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ 40,000 മുതൽ 70,000 വരെ നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾ BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് കിട്ടുക 20,000 മുതൽ 30,000 വരെ ആയിരിക്കും. കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ 30,000 മുതൽ 50,000 വരെ കിട്ടും. ഇനി കുറച്ചും കൂടെ സീനിയർ ലെവലിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 70,000 മുതൽ 1 lakh വരെ കിട്ടും. ഇനി ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് 20,000 മുതൽ 30,000 വരെ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ 25,000 മുതൽ ഒരു 30,000 വരെ നിങ്ങൾക്ക് സാലറി കിട്ടും. ഇനി ഇത് രണ്ടും തമ്മിലുള്ളൊരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ജോബ് ഒരു സെക്യൂരിറ്റി ഉണ്ട്, അതായത് സ്റ്റേബിൾ ആയിരിക്കും, പെൻഷൻ ഉണ്ടാവും. ഇപ്പം പ്രൈവറ്റ് സെക്ടറിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോബിനേക്കാളും കുറച്ചും കൂടെ സാലറി ഹൈക്കും ഫാസ്റ്റർ ഗ്രോത്തും പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് ഇൻസെൻറ്റീവ്സും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ പറഞ്ഞ BSc കാർഡിയക് കെയർ ടെക്നോളജി അതുപോലെ തന്നെ BSc കാർഡിയോവാസ്കുലർ ടെക്നോളജിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ.